പൊതുവെ ശിവരാത്രി വ്രതത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട്. എടുത്തിട്ടുണ്ടോ ഇതിനു മുന്നേ? ഇപ്പൊ ഫോളോ ചെയ്യാറുണ്ടോ? ആക്ച്വലി ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ എന്റെ ചേച്ചിമാര് 3 പേരും ചേട്ടത്തിയമ്മ 4 പേര് ഇവരെല്ലാം എടുക്കുന്നതാണ് ശിവരാത്രി വ്രതം. ഭയങ്കര വ്രതമാണ്. എനിക്ക് എന്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് എന്നെ സംബന്ധിച്ചോളം അത് ഭയങ്കര ഒരു സങ്കടമാണ്. പിന്നെ ഞാൻ നിരാശയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് വ്രതം എടുക്കാൻ ഒരു വ്രതവും ഞാൻ ഇന്ന് വരെ, എനിക്കിപ്പം 51 വയസ്സായി, പക്ഷെ ഇതുവരെ ഒരു വ്രതവും ഞാൻ എടുത്തിട്ടില്ല. എനിക്കതിൽ ദുഃഖമുണ്ടോന്ന് ചോദിച്ചാൽ, ഭഗവാനെ ഞാനിങ്ങനെ, നീ തന്നെയാണ് എന്നെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് എനിക്ക് കഴിക്കാതിരിക്കാനൊന്നും വയ്യ എന്ന് എന്റെ തൊടുപുഴ കൃഷ്ണൻ ഞാൻ പ്രാർത്ഥിക്കുന്നത് അതാണ്. തൊടുപുഴ ഞാൻ പ്രാർത്ഥിച്ചു. കൊച്ചിലെ തൊട്ട് പുള്ളിയാണ് വളർത്തിയതെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. പുള്ളിക്കാരൻ രാവിലെ 3:30 തൊട്ട് വിശക്കുന്ന ആളാ തൊടുപുഴ കൃഷ്ണൻ. കുളിക്കാതെയാണ് ആഹാരം കഴിക്കുന്നത്, സങ്കല്പം. അപ്പൊ പുള്ളിയെ പ്രാർത്ഥിച്ചോണ്ടിരുന്ന എനിക്ക് എങ്ങനെ വരാനാ? അതുകൊണ്ട് ഞാനും അങ്ങനെയായി. അതുകൊണ്ട് അവര് ക്ഷമിക്കും. അപ്പൊ അങ്ങനെ ഞാൻ എന്താണേലും വ്രതം എടുത്തിട്ടില്ല. പക്ഷെ ചേച്ചിമാരെല്ലാം വ്രതം എടുക്കും. പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോ ഞാൻ കാണുന്ന വ്രതം എന്ന് പറയുന്നത്, എൻ്റെ മാമിയാര്, എൻ്റെ അമ്മായിയമ്മ 7-8 മണിക്ക് അമ്പലത്തിൽ പോയാൽ രാവിലെ 6 മണിക്ക് വരുള്ളൂ. അത്ര നേരം ജപമായിരിക്കും. അവിടെ ശിവരാത്രിക്ക് ഈ തിരുവാതിര കളി എന്നൊരു സംഭവമുണ്ട്. കന്നഡയില് റാഗി മുദ്ദ എന്ന് പറയും. ആ കളി രാത്രി ആകുമ്പോഴത്തേക്ക് ആ കളി അതാണ് കഴിക്കുന്നത്. കളി വിത്ത് സാമ്പാർ. അത് കഴിച്ചിട്ടേ അത് അമ്മ ചെയ്തു വെക്കുക. അത് എനിക്ക് ഇവിടെ എന്ത് പേരാ പറയണത്? തിരുവാതിര കളിയില്ലേ? കളിയും പുഴുക്കും. അതന്നെ. ഞങ്ങൾക്ക് പടച്ചോറ് കിട്ടും, കഞ്ഞിയും പുഴുക്കും കിട്ടും. അല്ലെ പടച്ചോറ്, തൈര്, എന്ന് പറയുന്നത് അയ്യേഴ്സിന്റെ ഇടയിലുള്ള ഒരു മധുരമുള്ള സംഭവമാണ്. അത് വെണ്ണ വെച്ചിട്ട് തിരുവാതിരക്കളിയും പുഴുക്കും രണ്ടും ഉണ്ട്. രണ്ട് രീതിയിലും കഴിക്കാം. സാമ്പാർ വെച്ചും കഴിക്കാം. അത് പക്ഷേ ഡെയിലി നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇത്. ഞാൻ ചെന്നൈ ചെന്നിട്ട് ഇതാണ് കണ്ടത്. ഒരുപാട് എൻ്റെ അക്കം പക്കം ചുറ്റുമുള്ള എല്ലാവരും ഓടും അമ്പലത്തിലേക്ക് രാവിലെ 6 മണി വരെ. അപ്പോഴും ഞാൻ വൈകുന്നേരം ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും 12 മണിയാകുമ്പോൾ, ഇപ്പൊ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ്. അപ്പൊ ചേച്ചിമാര് 12 മണിയായി എല്ലാവരും നമ്മൾ ശിവായി ജപിച്ചു. ഞാൻ ഒരു കീർത്തനം ആലപിച്ചിട്ട് എന്തെങ്കിലും ഒരു 2 ലൈൻ അല്ലെങ്കിൽ ഒരു ഭജന എന്തെങ്കിലും ആലപിച്ചിട്ട്, ഭഗവാനെ എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കിടക്കും. ഞങ്ങളുടെ അമ്പലത്തിലും ഇങ്ങനെ തന്നെയാണ്. മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം. അവിടെ എങ്ങനെയാന്ന് വെച്ചാല് ദീപാരാധനയ്ക്ക് മുന്നേ അവിടെ ശരിക്കും സ്ത്രീകളെല്ലാവരും വിളക്ക് വെച്ചിരിക്കും. ഈ വ്രതം നോറ്റിട്ട് വിളക്ക് വെച്ചിട്ടിരിക്കും. കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരും. സോ എന്റെ അറിവ് ശരിയാണെങ്കിൽ അതിന്റെ ഒരു ഐതിഹ്യം ഇങ്ങനെയാണ്, ദാറ്റ് കല്യാണം കഴിഞ്ഞ സ്ത്രീകള് ഫോർ ഗുഡ് ഫാമിലി ആൻഡ് അതിന് മുന്നേ ഉള്ളവരാണെങ്കിൽ ടു ഗെറ്റ് എ ഗുഡ് ഹസ്ബൻഡ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്ന ഐതിഹ്യം. ദീപാരാധന തുടങ്ങുന്നതിന് മുന്നേ അവിടെ പോയി വിളക്ക് കത്തിച്ച് ഇരിക്കും. രാത്രി വെളുപ്പിന് 2 മണിക്ക് ശിവരാത്രി പൂജ കഴിയാതെ അവിടുന്ന് ആരും എഴുന്നേക്കത്തില്ല. അവിടുന്ന് അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ ഇടയിൽ അവിടെ ശിവരാത്രി വെടിക്കെട്ട് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് ആണുങ്ങൾ എല്ലാവരും ശയന പ്രദക്ഷിണം ചെയ്യും. അതായത് 1-2 പേരെന്നല്ല, നമുക്ക് നമ്പർ ഓഫ് പീപ്പിൾ ആണ്. നമുക്ക് വിചാരിക്കാവുന്നതിന്റെ അപ്പുറം ഒരുപാട് പേര് ശയന പ്രദക്ഷിണം ചെയ്യും. അപ്പം ഒരു സൈഡില് സ്ത്രീകൾ ഇങ്ങനെ വിളക്ക് കത്തിച്ചിരിക്കുന്നുണ്ടാവും, ഒരു സൈഡില് ആണുങ്ങൾ ശയന പ്രദക്ഷിണം ചെയ്യുന്നുണ്ടാവും. അത് ശരിക്കും ആയിരക്കണക്കിന് എന്ന് പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ ഒരു വർഷം ശിവരാത്രിക്ക് മാത്രം ശയന പ്രദക്ഷിണം നടത്തുന്നത്. അത് വല്ലാത്തൊരു ഫീലാണ്. അത് കഴിഞ്ഞ് 2 മണിക്ക് ശിവരാത്രി പൂജ കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ നിന്ന് എല്ലാവരും വിളക്കൊക്കെ അണച്ച് പോരുക. അത് ഭയങ്കര വലിയൊരു ഓർമ്മയാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ഫീല് ഭയങ്കര ഡിഫറെന്റ് ആണ്. എന്റെ ഓർമ്മ ശരിക്കും ശിവരാത്രിക്ക് അതാണ്. രഞ്ജിനി ഭയങ്കര ശിവഭക്തിയാണ് കേട്ടോ. അതെ അല്ലേ? ഞാൻ കേട്ടിട്ടുള്ള രഞ്ജിനി ഭയങ്കര, ഞാൻ അത്ര വർഷങ്ങൾക്ക് മുമ്പേ അറിയാം എനിക്ക് രഞ്ജിനിയെ. ഒരു തൊട്ടാവാടിയായിരുന്ന രഞ്ജിനി എങ്ങനെ ഒരു തഗ്ഗായി എന്നുള്ള കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശിവനെയാണ്. എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്നത് ശിവനെ. കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് അദ്ദേഹത്തെയാണ്. ഞാൻ ഈ ഒരു ഡിഫറെന്റ് 2 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നേക്കുന്നതുകൊണ്ട് കുറെയൊക്കെ സ്പിരിച്വൽ ആണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ദൈവങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു രൂപത്തെ കോൺസെൻട്രേറ്റ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ കിട്ടുക. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന 2 രൂപത്തിൽ ഒന്ന് ശിവനാണ്. ഒരേ ശക്തിയുടെ 2 ഉഗ്രരൂപവും ശാന്തരൂപവുമാണ് ജീസസും ശിവനും എന്ന് പണ്ട് ഞാനൊരു ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു, പേപ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വൺ ഓഫ് ദ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു.
അന്ന് തുടങ്ങിയതാണ്. അന്ന് ഈ പറഞ്ഞ പോലെ എന്റെ പേരൻസ് ഒട്ടും അങ്ങനെ ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയുന്ന കൂട്ടത്തിലുള്ളവർ, കാരണം അവര് തന്നെ വളരെ ലിബറലാണ്. അപ്പൊ അങ്ങനെ തുടങ്ങിയ ഒരു വല്ലാതെ ഡൗൺ ആയിരിക്കുന്ന ഒരു പണ്ടേ തുടങ്ങി ചെറുതിലെ അമ്മയുടെ വീട് എന്ന് പറയുന്ന പക്ക അയ്യർ ഞങ്ങളുടെ മഠമാണ്. അപ്പൊ അവിടെ അമ്മയുടെ അച്ഛൻ ഞാൻ കണ്ടു വളർന്നിരിക്കുന്നത് ശിവപൂജ ചെയ്താണ്. എല്ലാ ദിവസവും രാവിലെ ശിവപൂജയാണ്, സാലിഗ്രാമം അതെല്ലാം വെച്ചിട്ട് അഭിഷേകം ചെയ്ത്. സാലിഗ്രാമം താത്ത ഇല്ലേ മാമ കൊണ്ടുപോയിരിക്കാரு. അപ്പടിയാ? ഇന്നും അത് നടക്കണം. നമ്മുടെ വീട്ടിലെ ഏറ്റവും മൂത്ത ആള് രാവിലെ 4 മണിക്ക് എണീറ്റ് ചോറ് നമ്മള് നൈവേദ്യം ചെയ്ത് അത് വെച്ചിട്ട് സാലിഗ്രാമം എല്ലാവർക്കും അഭിഷേകവും ഇതെല്ലാം കഴിഞ്ഞ് 1.5 മണിക്കൂർ നേരത്തെ ശിവപൂജയാണ് എല്ലാ ദിവസവും ഇന്നും നടക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ശിവനെ ഇഷ്ടമുള്ള പൂക്കള് പൂജയ്ക്ക് പൂവറക്കുന്നതൊക്കെ ഞങ്ങളാണ്. തമിഴിലെ പേശുങ്കോ കേൾക്കുന്നതൊക്കെ ഒരു വിരുപ്പം தெரியும். എന്നാലും എല്ലാവർക്കും പുരിയും. ഇങ്ങനെ മലയാളികൾക്ക് തമിഴ് தெரியாம இருக்குமா? சொல்லுங்க. അപ്പൊ ഞാൻ പറയുന്ന അയ്യർ തമിഴിലായിരിക്കും. അയ്യർ തമിഴിലേ சொல்லுங்க. நாங்களாக்கும் பூஜைக்கு பூ இருக்கிறதுக்கெல்லாம் போவோம். நாங்கள் கொட்டையில பூவெல்லாம் எடுத்துட்டு வந்து அதெல்லாம் ஆஞ்சு போட்டு இதெல்லாம் ശിവപൂജ അതിനാലേക്കും இந்த സ്തോത്രം എല്ലാം തെരിയും. എനിക്ക് എല്ലാ സ്തോത്രവും തെരിയും. സായങ്കാലം ആச்சுன்னா എല്ലാരും ഉட்காந்து സ്തോത്രം ജപിക്കണം. അത് മസ്റ്റ് ആക്കും. അതിനാല എന്നെ സ്തോത്രം കേട്ടുന്നാലും എനിക്ക് തെരിയും. എനിക്ക് രഞ്ജിനിയെ കാണുമ്പോഴല്ല, രഞ്ജിനി എത്ര ഫിലിമിൽ ഹീറോയിനായിട്ട് അഭിനയിക്കേണ്ട ഒരു കുട്ടിയല്ല. രഞ്ജിനി ചേച്ചി ഹീറോയിൻ സത്യം. ഇന്നാണ് ശരിക്കും ഞങ്ങൾ പറഞ്ഞു ഇത്ര എപ്പിസോഡ്സിൽ വന്നിട്ട് ചേച്ചി യു ലുക്ക് അമേസിംഗ്. ഇന്ന് അടിപൊളിയായിട്ട് നമ്മൾ കൊറേ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇത് വേറെ തന്നെ ഒരു அப்படியே தமிழ் பொண்ணு மாதிரி இருக்கு. ചേച്ചി എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. ചേച്ചി അന്നൊന്നും സുന്ദരിയല്ലേ? ചേച്ചി നീങ്ക വന്ന് ഓജി തമിഴ്. അപ്പൊ ഈ ശിവൻ എന്ന് പറയുന്ന ഇഫക്റ്റ് ഭയങ്കരമാണ്. പിന്നെ ഈ ഇത് കഴിഞ്ഞ പിന്നെ ഒരു കരിയർ തുടങ്ങിയ പിന്നെ ശിവരാത്രിക്ക് വീട്ടിലിരിക്കേണ്ടി വന്നിട്ടില്ല ദൈവത്തിന്റെ കൃപയാൽ. ഏതെങ്കിലുമൊക്കെ ശിവന്റെ അമ്പലത്തിൽ നമുക്ക് പ്രോഗ്രാം ഉണ്ടാവും. വെളുപ്പിനെ 4 കഴിഞ്ഞ കൊല്ലം 4 മണിവരെ പാടി. അത് നമ്മുടെ പ്രോഗ്രാംസ് തന്നെയാ. പക്ഷെ അതിൽ ഒരുപാടധികം ശിവന്റെ പാട്ടുകൾ, സത്യം ശിവം സുന്ദരം ആദ്യം പാടും, വടക്കും നാഥ പാടും, എന്നാൽ കഴിയുന്ന പാട്ടുകളൊക്കെ ഞാൻ പാടും. അങ്ങനെ കുറെ കാര്യങ്ങൾ പാടും. ഓക്കെ. അല്ല നമ്മള് ഔസേപ്പച്ചൻ സർ പറഞ്ഞില്ല. ഞാൻ വർഷത്തിൽ 365 ദിവസവും അല്ലെങ്കിൽ 365 ദിവസവും വ്രതം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അതിന് മാത്രം അടിച്ചു പൊളിച്ചിട്ട് ഒരു മാസം 2 മാസം വ്രതത്തിന് ഞാൻ കരുതി വെക്കാറില്ല. എല്ലാ ദിവസവും വ്രതമാണ് എൻ്റെ ഭക്ഷണ രീതികളും. ഇനി ഇതിൽ നിന്ന് ഞാൻ വ്രതം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായും വെള്ളം കഴിക്കാതിരിക്കണം. അപ്പൊ ദാറ്റ് ഈസ് മൈ സ്റ്റൈൽ, ദാറ്റ് ഈസ് ഫോർ മൈ ഹെൽത്ത്. ഇത് പൂർവികര് ഈ വ്രതം നല്ലതാണ് നമ്മൾക്ക് ശക്തി കിട്ടാൻ, നമ്മുടെ ഹെൽത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം മനുഷ്യരുടെ സ്വഭാവം അറിയാലോ, അവരിങ്ങനെ വഴി തെറ്റിപ്പോകും. അപ്പൊ അവരൊന്ന് കൂട്ടി അറ്റ്ലീസ്റ്റ് എല്ലാ മതങ്ങളിലും ഉണ്ട് അത് വ്രതം. അതെല്ലാത്തിന്റെ ബേസിക് കാരണം യു ഷുഡ് ഹാവ് സം എന്താ പറയാ അച്ചടക്കം. അപ്പൊ അത് ഉണ്ടാക്കാനൊരു കാരണം. ബട്ട് അതിന്റെ ബേസിക് ഐതിഹ്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള ഐതിഹ്യങ്ങളാണ് എല്ലാം. ഇപ്പോ ഞങ്ങൾ ക്രിസ്ത്യൻസ്, ഞാൻ ഫോർ യുവർ ഇൻഫർമേഷൻ, ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു എന്താണ് മറ്റേ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഈസ്റ്റർ അതിന് വ്രതം എടുക്കുന്നു. ഇവിടെ ഇറ്റ്സ് ഓൾ വെരി സിമിലർ. കാരണം എല്ലാ മതങ്ങളിലും പറയുന്ന ആശയങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അത് മനുഷ്യരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന് പലരും പല ഇന്റർപ്രിട്ടേഷൻ നൽകി. അങ്ങനെ വ്യത്യസ്തമായ മതങ്ങൾ ഇവിടെ ഉണ്ടായി. അതിനുള്ള സാഹചര്യം നമ്മളുടെ ഇന്ത്യ മഹാരാജ്യം ഭാരതീയ സംസ്കാരത്തിന് ഉണ്ടായി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ. ഇറ്റ്സ് വേറൊരു സ്ഥലത്തും അങ്ങനെ അനുവദിക്കില്ല. ഇവിടെ അങ്ങനെയില്ല. എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ തോട്ട്സ്. സോ വി ആർ പ്രൗഡ് ടു ബി ഇന്ത്യൻ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ ഐതിഹ്യം എന്ന് പറഞ്ഞു, ഇപ്പോ ഈ ശിവരാത്രിയുടെ ഐതിഹ്യം പറഞ്ഞാല് അതൊരു വലിയ ത്യാഗത്തിന്റെ കഥയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈശ്വരൻ സ്വയം മനുഷ്യർക്ക് വേണ്ടി എന്തെന്നാ പറയാ തന്റെ ജീവനെ ബലിയർപ്പിക്കാൻ മുതിർന്നു. പക്ഷെ പാർവതി വന്ന് അത് തടഞ്ഞു. ആ ദിവസമാണ് നമ്മൾ ഈ ശിവരാത്രി നമ്മൾ കൊണ്ടാടുന്നത്. അപ്പൊ അത് എല്ലാത്തിൻ്റെയും പുറകിലെ ത്യാഗമാണ്. മനുഷ്യനേക്കാൾ വലിയ ത്യാഗം ചെയ്യുന്ന ദൈവങ്ങളെ നമ്മൾ ആരാധിക്കാൻ ഒരു 2 ദിവസം അതാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്.